പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദൃശ്യമുണ്ടല്ലോ, മലയാളത്തിൻ്റെ സ്വന്തം ദൃശ്യം എത്ര ഭാഷയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടെന്നറിയാം. കൃത്യമായിട്ട് പറഞ്ഞാൽ അനേകം ഭാഷയിൽ ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, സിംഹള ഭാഷ, ചൈനീസ് ഭാഷ, ഈയിടെ ഇന്തോനേഷ്യൻ ഭാഷയിലേക്ക് ഓഗസ്റ്റ് 20 റിലീസാകും. ഇംഗ്ലീഷ് ഭാഷയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറിയൻ ഭാഷ, സ്പാനിഷ് ഭാഷയിലൊക്കെ റീമേക്ക് അവകാശം അവർ നേടിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമുള്ള വിവിധ ഭാഷയിൽ ദൃശ്യം റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നത് ശ്രീലങ്കൻ ഭാഷ, സിംഹള ഭാഷയിലേക്ക് ആ ചിത്രം മൊഴിമാറ്റിയിട്ടുണ്ട്, റീമേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ മികച്ച വിജയമായിരുന്നു. ഈ ഭാഷയിലെല്ലാം റീമേക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ഭാഷയിലും അതായത് സമയത്തെ സൂപ്പർ ഹിറ്റായിട്ട് ഈ ചിത്രം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദൃശ്യം മലയാളത്തിൽ മാത്രമല്ലടേ, അങ്ങ് എല്ലായിടും പിടിയുണ്ട് എന്നുള്ളതാണ്. ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കൃത്യമായിട്ട് മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ധർമ്മയുദ്ധ എന്ന പേരിലാണ് ശ്രീലങ്കയിൽ ഈ പടം റിലീസായത്. ഇതൊരു വൻ ഹിറ്റായിരുന്നു. വേദന വിക്രമസിംഹ എന്ന് പറയുന്ന സംവിധായകനായിരുന്നു ആ പടം സംവിധാനം ചെയ്തത്. പ്രസിദ്ധ നടനായ ജാക്സൺ ആൻ്റണിയാണ് ജോർജ് കുട്ടി അവതരിപ്പിച്ചത്. അപ്പം കഥയ്ക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും അവിടെ ആരും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മലയാളത്തിൻ്റെ അതേപടി പകർത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭാഷയിലും സൂപ്പർ ഹിറ്റായ ചിത്രം നമ്മുടെ ദൃശ്യം 2 ഇറങ്ങിയതിന് ശേഷം യഥാർത്ഥത്തിൽ ഇതിൻ്റെ മലയാളമാണോ ഇതിൻ്റെ ഒറിജിൻ ഏതായെന്ന് പല ഭാഷക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇതിൻ്റെ അതായത് ഭാഷയിൽ ഇറക്കുമ്പോൾ അതായത് ഭാഷയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പലരും വെച്ചുകൊണ്ടിരുന്നത്. പലരും വിചാരിച്ചത് ഹിന്ദിയുടെ മൊഴിമാറ്റം റീമേക്കാണ് ഇതെല്ലാമാണെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ദൃശ്യം 2 OTTയിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഷക്കാർക്കും മനസ്സിലായത് മലയാളമാണ് ഇതിൻ്റെ ഒറിജിൻ എന്നുള്ള. പിന്നെ അവർ കാത്തിരിപ്പായിരുന്നു ദൃശ്യം 3 ഇറങ്ങുന്നതിന് വേണ്ടി. 3 ഇറങ്ങിക്കഴിയുമ്പോൾ അതെന്തായി തീരും എന്നറിയാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷയിലും ആൾക്കാർ മലയാള സിനിമയെ ഉറ്റുനോക്കുന്നത് ദൃശ്യം കാണാൻ വേണ്ടി തന്നെയാണ്. ഏകദേശം ഇന്നലത്തെ കണക്കും പ്രകാരം 236,89,00,000 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ കളക്ഷൻ. അത് ഏതുവരെ പോകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. എന്നാലും ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത് OTT റിലീഫാകാൻ വേണ്ടിയാണ്. OTTയിലൂടെ അനേകം പേരിലേക്ക് ഈ ദൃശ്യം എത്തുമെന്നുള്ളതാണ്. മലയാളത്തിൻ്റെ കൃത്യം പറഞ്ഞ ഒരു അഭിമാന ചിത്രം ദൃശ്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇടയിൽ ഒരു ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധ നടനായ ആസിഫ് അലി പറയുന്നത് കേട്ടു. കൂമൻ പടത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ അദ്ദേഹം ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ഒരു വിദേശി വന്ന് ദൃശ്യത്തെപ്പറ്റി സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ദൃശ്യത്തെപ്പറ്റി സംസാരിക്കുകയും ദൃശ്യം പടത്തിൻ്റെ സംവിധായകൻ്റെ അടുത്ത പടത്തിൽ താനാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാധനയോട് ആ വ്യക്തി നോക്കി എന്നൊക്കെ ആസിഫ് അലി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രമേൽ എല്ലാവർക്കും പരിചിതമാണ് ദൃശ്യം. മലയാളത്തിൻ്റെ ഒരു അഭിമാനം എന്നൊക്കെ പറയുന്നത്, മലയാളത്തിൻ്റെ ഒരു സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ദൃശ്യം എല്ലാ ഭാഷയിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഒരുപക്ഷെ ദൃശ്യം 4 ഇപ്പം നമ്മൾ ഇനി സ്വപ്നം കാണുക ദൃശ്യം 4നെ പറ്റി. 4ഓ 5ഓ 6ഓ ഒക്കെ എത്ര വന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ചിത്രമാണ് ദൃശ്യം. കാരണം ഒരു ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഗ്യാരണ്ടിയാണ് മലയാള സിനിമയിൽ. അത് ടോട്ടൽ ഈ മിനിമം ഒരു 100 കോടി ഉറപ്പാണ്. അത് എത്ര കോടിയാണെങ്കിലും 100 കോടി നേടും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ദൃശ്യം. എല്ലാ ഭാഷയിലുമുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം മലയാളത്തിൻ്റെ സ്വത്തായതിൽ നമുക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാം. അത് എന്നും നിലനിൽക്കട്ടെ. ഭയങ്കര സന്തോഷം, പെരുത്ത സന്തോഷം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എത്തും വരെ ഓക്കെ, ബൈ.